Hello everyone, welcome to iFor Education. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സാമ്പിളിംഗ്. ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിലെ ചെറിയൊരു പാർട്ടാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സാമ്പിളിംഗ് എന്നുള്ളത്. അപ്പം നമ്മൾ പ്രിൻസിപ്പിൾ പഠിക്കുന്നതിന് മുൻപ് സാമ്പിളിംഗ് എന്താണെന്നുള്ളത് നോക്കാം. അതായത് നമ്മളൊരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ കുറിച്ചിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐഫറിലെ തന്നെ എല്ലാ സ്റ്റുഡൻസിനെയും കുറിച്ച് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഐഫറിലെ ആ കംപ്ലീറ്റ് സ്റ്റുഡൻസിൻ്റെ ആ ലിസ്റ്റാണ് നമ്മളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പാണ് നമ്മളുടെ പോപ്പുലേഷൻ. അപ്പം ഈ പോപ്പുലേഷനെ കുറിച്ച് നമ്മൾ പഠനം നടത്തുന്ന സമയത്ത് ഇൻ കേസ് ഇപ്പം ചിലപ്പം ഈ പോപ്പുലേഷൻ നമ്മുടെ സ്റ്റഡിയിൽ വരുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത് വൈഡ് റേഞ്ച് ആയിട്ടോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവല് ഒക്കെ വരുന്ന ഒരു പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ പോപ്പുലേഷൻ്റെ എല്ലാ എലമെൻറ്റ്സിനെയും നമുക്ക് ഒരുമിച്ച് കവർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ആ പോപ്പുലേഷൻ കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമ്മൾ സാമ്പിൾ എടുത്തുകൊണ്ട് സാമ്പിളിനെ പഠിച്ചിട്ട് ആ പോപ്പുലേഷനെ നമ്മളത് എന്ത് ചെയ്യും, ഇൻ്റർപ്രറ്റ് ചെയ്യും. അതായത് നമ്മളെ സ്റ്റഡിയിൽ നമ്മൾക്കൊരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഉണ്ടാവും. നമ്മൾ ഏതൊരു ഗ്രൂപ്പിനെ കുറിച്ചാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഗ്രൂപ്പാണ് നമ്മളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആ പോപ്പുലേഷൻ തന്നെ വൈഡ് റേഞ്ചിൽ കിടക്കുകയാണ്, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സാമ്പിൾ എടുത്തുകൊണ്ട് പഠിക്കും. അതായത് ഇപ്പം നോക്കാം, നമുക്കിവിടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇതിൽ ഒരുപാട് എലമെൻറ്റ്സുകൾ ഉണ്ടായിരിക്കും. ഈ പോപ്പുലേഷനിൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പം ഈ പോപ്പുലേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആകുമ്പം നമ്മൾ ഈ പോപ്പുലേഷന് ചില സാമ്പിൾസ് എടുത്തുകൊണ്ട് നമ്മളൊരു ചെറിയൊരു ഗ്രൂപ്പാക്കും. അതാണ് നമ്മളുടെ സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് ഈ പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ഗ്രൂപ്പാണ് നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഈ സാമ്പിളിനെ നമ്മൾ പിന്നെ ഈ സാമ്പിളിൻ്റെ മേലെ നമ്മൾ പഠനം നടത്തിയിട്ടാണ് ഈ പോപ്പുലേഷനെ മൊത്തമായിട്ട് നമ്മൾ ആ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഈ ഒരു പോപ്പുലേഷനിൽ നിന്നും റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ മെത്തേഡാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സാമ്പിളിംഗ് കൃത്യമായിട്ടല്ല നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ഈ സാമ്പിൾ ഒരിക്കലും ഈ പോപ്പുലേഷനെ കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യില്ല. നമ്മൾ ഈ സാമ്പിളിംഗ് എടുക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അത് നമ്മൾ പാലിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ബയാസ്ഡ് ആയിട്ടാണൊക്കെ നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷനോട് കൂടിയിട്ടുള്ള ഒരു സാമ്പിൾ ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മളെ റിസൾട്ട് ആക്യുറേറ്റ് ആയിരിക്കില്ല. നമുക്ക് ഈ സാമ്പിൾ സ്റ്റഡി നടത്തിയിട്ട് ആ സാമ്പിളിൻ്റെ റിസൾട്ട് നമുക്ക് ഒരിക്കലും ഈ പോപ്പുലേഷനിലേക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കില്ല. അവിടെ ആക്യുറസി ഉണ്ടാവില്ല. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം. വെറുതെ അങ്ങോട്ട് നമ്മളെ ഇഷ്ടത്തിന് പോയിട്ട് സാമ്പിൾ എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പറയുന്ന എന്തെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സാമ്പിളിങ്ങിൽ വരുന്നത്. നമുക്കിനി ഓരോ പ്രിൻസിപ്പിളായിട്ട് നോക്കാം. അത് ഫസ്റ്റ് വണ്ണാണ് ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് പറയുന്നത്. അതായത് according to this law, a group of objects chosen at random from larger group tends to possess the characteristics of that large group. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളുടെ പോപ്പുലേഷൻ ഒരു ലാർജ് ഗ്രൂപ്പാണ്. ആ പോപ്പുലേഷനിൽ നിന്നും നമ്മൾ റാൻഡം ആയിട്ടാണ് സാമ്പിള് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ, എന്താണ് റാൻഡമായിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ പോപ്പുലേഷനിലുള്ള ഓരോ എലമെൻറ്റിനും ആ ഒരു സാമ്പിളിൽ ഭാഗമാവാൻ ഈക്വൽ ചാൻസ് ഉണ്ടാകുമ്പോഴാണ് അത് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു പോപ്പുലേഷനിൽ നിന്നും റാൻഡം ആയിട്ടാണ് സാമ്പിൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ ആ പോപ്പുലേഷൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ എടുക്കുന്ന സാമ്പിളിലുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സാമ്പിളിനെ കുറിച്ച് പഠനം നടത്തിയാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആ പോപ്പുലേഷനോട് അടുത്തിട്ടുള്ള റിസൾട്ടായിരിക്കും. ആക്യുറസി കൂടും എന്നുള്ളതാണ്
പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റിയിൽ പറയുന്നത്. അതായത് നമ്മൾ ആ ലാർജ് ഗ്രൂപ്പിൽ നിന്ന് റാൻഡം ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ പോപ്പുലേഷൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ആ ഗ്രൂപ്പിന് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ പോപ്പുലേഷനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടാൻ ആ സാമ്പിൾ പഠിച്ചിട്ട് കിട്ടുന്ന ആ റിസൾട്ട് പോപ്പുലേഷൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനോട് അടുത്തിട്ടുള്ള റിസൾട്ട് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റിയിൽ പറയുന്നത്. അതായത് ഒന്നുമില്ല, ഇതാണ് റാൻഡം ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അടുത്തതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പർ. ഇതിൽ പറയുന്നത് നമ്മുടെ സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദ റിസൾട്ട് ടെൻസ് ടു ബി മോർ റിലയബിൾ ആൻഡ് ആക്യുറേറ്റ് കീപ്പിംഗ് അതർ തിങ് കോൺസ്റ്റൻറ്റ്. അതായത് മറ്റുള്ള കാര്യങ്ങളൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കേ നമ്മുടെ സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ റിസൾട്ട് എന്തായിരിക്കും? മോർ റിലയബിൾ ആൻഡ് ആക്യുറേറ്റ് ആയിരിക്കും. റിലയബിൾ ആൻഡ് ആക്യുറേറ്റ് എന്ന് പറയുമ്പം റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസിസ്റ്റൻസിയാണ്. അതായത് നമ്മൾ എത്ര ടെസ്റ്റ് നടത്തിയാലും നമുക്ക് സെയിം റിസൾട്ട്, ഏത് ടെസ്റ്റ് നടത്തിയാലും നമുക്ക് സെയിം റിസൾട്ട് തന്നെ കിട്ടണം. അതാണ് റിലയബിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സാമ്പിൾ സൈസ് കൂടുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് 100 പോപ്പുലേഷൻ്റെ, അതൊക്കെ ഒരു ചെറിയ സംഖ്യയാണ്, 100 പോപ്പുലേഷൻ്റെ സൈസ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സാമ്പിൾ ഒരു 10 സാമ്പിൾ എടുത്ത് പഠിക്കുന്നതിനേക്കാളും ആക്യുറസി ഉണ്ടായിരിക്കും അതിൽ നിന്നൊരു 20 സാമ്പിൾ എടുത്ത് പഠിക്കുമ്പം. അതിൽ നിന്നൊരു 50 സാമ്പിൾ എടുത്ത് പഠിക്കുമ്പോഴെന്തായിരിക്കും? ആക്യുറസി വീണ്ടും കൂടും. ഓക്കെ, അപ്പം അതാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പറിൽ പറയുന്നത്. നമ്മൾ സാമ്പിൾ സൈസ് കൂടുന്നതിനനുസരിച്ച്, നമ്മൾ സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ റിസൾട്ടിൻ്റെ റിലയബിലിറ്റി ആൻഡ് ആക്യുറസി കൂടും. അതായത് നമുക്ക് കറക്റ്റായിട്ട് പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും. പ്രധാനമായിട്ട് വരുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഈ 2 എണ്ണമാണ്. ഇനി നമ്മൾ പറയാനുണ്ട് ഒരു 3 പ്രിൻസിപ്പിളും കൂടെ. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രിൻസിപ്പിൾ ഈ 2 എണ്ണമാണ്. ഒന്ന് ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി, മറ്റൊന്ന് പ്രിൻസിപ്പിൾ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പർ. ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റിയിൽ എന്താണ് പറഞ്ഞത്? നമ്മൾ പോപ്പുലേഷന് റാൻഡം ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ സാമ്പിളിലും ഉണ്ടായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ സാമ്പിളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ റിസൾട്ട് പോപ്പുലേഷൻ്റെ റിസൾട്ടിനോട് അടുത്തായിരിക്കും കിട്ടുന്നത്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പർ എന്ന് പറയുന്നത് സാമ്പിൾ സൈസ് കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ റിസൾട്ടിൻ്റെ ആക്യുറസി, റിലയബിലിറ്റി ഒക്കെ കൂടും. ഓക്കെ, നമ്മൾ അടുത്ത പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് പെർസിസ്റ്റൻസ് ഓഫ് സ്മാൾ നമ്പർ എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്, ഇപ്പം നമ്മളുടെ പോപ്പുലേഷനിൽ വളരെ ഡീവിയേറ്റ് ചെയ്ത് കിടക്കുന്ന വളരെ കുറഞ്ഞ ചില ഐറ്റംസുകൾ ഉണ്ടായിരിക്കും. അതായത് അതിൻ്റെ ആ ഒരു പോപ്പുലേഷൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് ചില ക്യാരക്ടറിസ്റ്റിക്സുകൾ വളരെ കുറഞ്ഞ എലമെൻറ്റുകൾ കാണാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100 ആണ് നമ്മുടെ പോപ്പുലേഷനിലുള്ളത് എന്ന് വിചാരിക്കുക. അതിൽ 95 എണ്ണത്തിനും ഒരു ഏകദേശം ഒരു സിമിലർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പക്ഷെ അതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് കിടക്കുന്ന 5 ഐറ്റംസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഒരു സ്മാൾ നമ്പർ എടുത്തുകൊണ്ടാണ് നമ്മൾ ആ പോപ്പുലേഷനെ കുറിച്ചിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് അല്ലെങ്കിൽ കുറഞ്ഞ നമ്പർ ഓഫ് ഐറ്റംസ് കാണിക്കുന്ന ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് നമ്മൾ റിസൾട്ട് പോകാനുള്ളൊരു സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടെൻഡൻസി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പം ഒരു പെർട്ടിക്കുലർ ഫുഡ് അത് ഒരു 100 പേര് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു 5 പേർക്ക് അതൊരു അലർജി ആയിട്ട് കാണാൻ പറ്റി. വൊമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു അലർജി ആ ഫുഡ് കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്താ? ആ ഫുഡിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതെന്തോ അലർജി ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഫുഡാണെന്നുള്ളത് പറയും. പക്ഷേ 100 പേര് കഴിച്ചതിൽ ആകെ 5 പേർക്ക് മാത്രമേ അങ്ങനെയുള്ള സിംറ്റംസ് നമ്മൾ കണ്ടിട്ടുള്ളൂ. 95 പേർക്കും സേഫാണ്. പക്ഷെ നമ്മൾ എന്താണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്? നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ നമ്മൾ കുറച്ച് മടി കാണിക്കും.
അപ്പോൾ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്താണ്, ആ ഫുഡിന് എന്തോ പ്രശ്നമുണ്ട്. അതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് നമ്മൾ കുറഞ്ഞ നമ്പർ ഓഫ് സാമ്പിൾ എടുത്തിട്ടാണ് ഒരു പോപ്പുലേഷനെ കുറിച്ചിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ പോപ്പുലേഷൻ ഇതുപോലെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് കിടക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഉണ്ടെങ്കിൽ നമ്മളുടെ റിസൾട്ട് ആ സ്വഭാവത്തിലേക്ക് പോകാനുള്ളൊരു ചായ്വ് വരും. അതുകൊണ്ട് നമ്മൾ സ്മോൾ നമ്പർ എടുത്തിട്ട് നമ്മൾ പഠിക്കരുത്. നമ്മൾ സാമ്പിൾ സൈസ്, ലാർജ് സാമ്പിൾ സൈസ്, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് സാമ്പിൾ സൈസ് നമ്മൾ കാണാനുള്ള ഇക്വേഷൻ ഒക്കെ ഉണ്ട്. അതായത് ഇനഫ് സൈസ് സാമ്പിൾ എടുത്തുകൊണ്ടെങ്കിലും നമ്മൾ എന്ത് പഠിക്കണം, നമ്മുടെ സാമ്പിൾ സ്റ്റഡി നടത്തണം. അപ്പോഴാണ് നമുക്ക് പോപ്പുലേഷനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം അതാണ് ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത്. അടുത്തതാണ് പ്രിൻസിപ്പിൾ ഓഫ് വാലിഡിറ്റി, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമൈസേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് വാലിഡിറ്റിയിൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. അതിനെയാണ് നമ്മൾ വാലിഡിറ്റി എന്ന് പറയുന്നത്. നമ്മളിവിടെ സാമ്പിൾ സ്റ്റഡി നടത്തുന്നത് എന്തിനാണ്? പോപ്പുലേഷനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ. അതായത് ആ പോപ്പുലേഷനിലെ കംപ്ലീറ്റ് എലമെൻ്റ് എടുത്ത് പഠിക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട്, അത് നമുക്ക് കവർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, വൈഡ് റേഞ്ച് ആയതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് സാമ്പിൾ എടുത്തിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പം ആ സാമ്പിൾ എടുത്ത് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? നമുക്കത് പോപ്പുലേഷനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ പോപ്പുലേഷൻ പാരാമീറ്ററിനെ കുറിച്ചിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പം അത് നമ്മൾ ഈ സാമ്പിളിൻ്റെ ബേസിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാമ്പിൾ പോപ്പുലേഷനെ കൃത്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പോപ്പുലേഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സിനെ കുറിച്ചിട്ട് അസംഷൻ നടത്താൻ സാധിക്കില്ല. അപ്പം ആ സാമ്പിളിന് വാലിഡിറ്റി ഇല്ല എന്നർത്ഥം. അപ്പം നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് വാലിഡിറ്റി പറയുന്നത് നമ്മളെ സാമ്പിൾ ഡിസൈൻ, അല്ലെങ്കിൽ സാമ്പിൾ എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള സാമ്പിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പോപ്പുലേഷനെ കുറിച്ച് കൃത്യമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. അടുത്ത പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമൈസേഷൻ. ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാമ്പിൾ സ്റ്റഡി നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ സാമ്പിൾ സ്റ്റഡി നടത്താൻ തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ എഫിഷ്യൻസി നോക്കണം, അതുപോലെ തന്നെ കോസ്റ്റും നോക്കണം. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഒരു നമ്മുടെ പോപ്പുലേഷനിൽ 50 എലമെൻ്റാണ് ഉള്ളതെന്ന് വിചാരിക്കാം. 50 എലമെൻ്റാണ് നമ്മളെ പോപ്പുലേഷനിലുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു 50 എലമെൻ്റ് ഉള്ള ഈ ഒരു പോപ്പുലേഷനിൽ നമ്മൾ സാമ്പിൾ സ്റ്റഡി നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഈ ഒരു പോപ്പുലേഷൻ നമുക്ക് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? സെൻസസ് സർവേ നടത്തിയാൽ മതി. കംപ്ലീറ്റ് എലമെൻ്റ് എടുത്തുകൊണ്ട് നമുക്ക് സ്റ്റഡി നടത്താം. അപ്പോഴെന്താണ്? കൂടുതൽ എഫിഷ്യൻ്റ് ആയിരിക്കും. നമ്മുടെ പോപ്പുലേഷനിലുള്ള കംപ്ലീറ്റ് എലമെൻറ്റും എടുത്ത് നമ്മൾ പഠിക്കുന്ന ഒരു അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റഡി നടത്തിയാൽ കിട്ടുന്ന റിസൾട്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. കാരണം നമ്മുടെ പോപ്പുലേഷനിലുള്ള കംപ്ലീറ്റ് എലമെൻറ്റും നമ്മൾ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കിങ്ങനെ വൈഡ് റേഞ്ചിൽ കിടക്കുന്ന, നമുക്ക് കൂടുതൽ കവർ ചെയ്യാൻ പറ്റാത്ത കേസുകളിൽ, അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ സെൻസസ് സർവേ നടത്താൻ പറ്റില്ല. അതിന് ഭയങ്കര കോസ്റ്റ് ആയിരിക്കും, അല്ലേ? ഹൈ കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴാണ് നമ്മൾ സാമ്പിൾ എടുത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ സാമ്പിൾ തന്നെ ഇനഫ് സൈസ് എടുക്കണം. ഇനഫ് സൈസ് അല്ലെങ്കിൽ നമ്മുടെ ലാർജ് സൈസ്, നമ്മൾ സാമ്പിൾ സൈസ് ഒക്കെ കാണാനുള്ള ഇക്വേഷൻസ് ഉണ്ടല്ലോ. അപ്പം അതിൽ തന്നെ നമ്മൾ സാമ്പിൾ സൈസ് കാണുന്ന സമയത്ത് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന, എന്നാൽ കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള ഒരു സാമ്പിൾ സൈസ് നമ്മൾ തിരഞ്ഞെടുക്കുകയും ആ സാമ്പിൾ എടുത്തുകൊണ്ട് നമ്മൾ പഠനം നടത്തുകയും ചെയ്യണം. അതായത് ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമൈസേഷനിൽ പറയുന്നത്. നമ്മൾ സാമ്പിൾ സ്റ്റഡി നടത്തും, അല്ലെങ്കിൽ സാമ്പിൾ സ്റ്റഡി നടത്താൻ തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ എഫിഷ്യൻസി നോക്കണം, അതുപോലെ കോസ്റ്റും നോക്കണം. അതായത് സെൻസസ് സർവേ നമുക്ക് നടത്താൻ പറ്റുന്ന കേസിൽ നമ്മൾ അത് തന്നെ ചെയ്യണം. അതായത് നമ്മളെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സെൻസസ് തന്നെ ചെയ്യണം. അപ്പോഴായിരിക്കും നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത്. അപ്പം നമുക്ക് കോസ്റ്റും കുറവായിരിക്കും. പക്ഷെ നമ്മൾക്ക് വൈഡ് റേഞ്ചിൽ കിടക്കുന്ന ഒരു പോപ്പുലേഷൻ ആണെങ്കിൽ അത് കംപ്ലീറ്റ് കവർ ചെയ്യും. ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിലൊക്കെയാണ് നമ്മളെ പോപ്പുലേഷൻ ഉള്ളത്, ഞാൻ സെൻസസ് സർവേ മാത്രം നടത്തുള്ളൂ എന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ അത്
വളരെ കോസ്റ്റ് കൂടുതലാണ്, അതുപോലെ ടൈം കൺസ്യൂമിങ് ഒക്കെയാണ്. അപ്പം അതൊക്കെ നമ്മൾ ഈ സാമ്പിൾ എടുക്കുന്ന അല്ലെങ്കിൽ സാമ്പിൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? സാമ്പിൾ സ്റ്റഡി നടത്തണം. ഇനഫ് സാമ്പിൾ സൈസ് എടുത്ത് റാൻഡംലി നമ്മൾ സാമ്പിൾസ് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് നടത്തണം? സാമ്പിൾ സ്റ്റഡി നടത്തണം. അപ്പോഴാണ് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസൾട്ട് മിനിമം കോസ്റ്റിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇത്രയും പ്രിൻസിപ്പിൾസാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് സാമ്പിളിങ്ങിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഒന്ന് ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി, അതായത് നമ്മൾ റാൻഡമായിട്ട് സാമ്പിൾ എടുക്കണം, അപ്പോഴാണ് നമ്മളെ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളെ സാമ്പിളിൽ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അടുത്തതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാമ്പിൾ സൈസ് കൂടുന്നതിനനുസരിച്ച് നമ്മളെ റിസൾട്ട് കൂടുതൽ റീലബിളും ആക്യുറേറ്റും ആകും. അടുത്തതാണ് പ്രിൻസിപ്പിൾ ഓഫ് പെർസിസ്റ്റൻസ് ഓഫ് സ്മാൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ചെറിയൊരു നമ്പർ എടുത്തുകൊണ്ടാണ് നമ്മൾ സാമ്പിൾ സ്റ്റഡി നടത്തുന്നതെങ്കിൽ ആ ഒരു ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്നും മാറിയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ചെറിയ ഗ്രൂപ്പ് ആ പോപ്പുലേഷനിൽ ഉണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ റിസൾട്ട് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് നമ്മുടെ റിസൾട്ട് മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അതിനുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അപ്പോഴാണ് കൂടുതൽ ഈ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്തതാണ് പ്രിൻസിപ്പിൾ ഓഫ് വാലിഡിറ്റി. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ മെഷർ ചെയ്യുന്നത് ആ കാര്യം നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ സാമ്പിൾ നമ്മളെടുത്ത് പഠിക്കുന്നത് പോപ്പുലേഷനെ കുറിച്ചിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സാമ്പിൾ കൃത്യമായിട്ട് ആ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് കൃത്യമായിട്ട് നമുക്ക് പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അടുത്തതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമൈസേഷൻ. അതായത് നമ്മൾ സാമ്പിൾ സ്റ്റഡി നടത്തുന്ന സമയത്ത് എഫിഷ്യൻസി ആൻഡ് കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. മിനിമം കോസ്റ്റിൽ മാക്സിമം എഫിഷ്യൻസി കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ സാമ്പിൾ സ്റ്റഡി നടത്തേണ്ടത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് സാമ്പിളിങ്ങിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി, അതുപോലെ ലോ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പർ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പ്രിൻസിപ്പിൾ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മൈ ഫ്രീ എഡ്യൂക്കേഷൻ.